നമസ്കാരം, ആർക്കിടെക്ട്സ് ബൈ ടുട്ടു ആൻഡ് മീനു. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം കവടിയാറാണ്. അപ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സെൻറ്റിലാണ് ഈ വീട് തീർത്തേക്കുന്നത്. അപ്പോൾ 3 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് സൗകര്യങ്ങളൊക്കെ വെച്ചായിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തേക്കുന്നത്. തിരുവനന്തപുരത്തും കാലിക്കറ്റും ബേസ് ചെയ്തിട്ടുള്ള NH ഗ്രീൻ ആർക്കിടെക്ട്സ് ആണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആർക്കിടെക്ട് ഹിജാസ് ഖാനും ആർക്കിടെക്ട് നിതയും ചേർന്നിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മിസ്റ്റർ ഷമീമിന്റെയും ഷെറീന ഷമീമിന്റെയും നെസ്റ്റ് എന്ന് പേരിട്ടിട്ടുള്ള ഈ വീടിന്റെ വിശേഷങ്ങൾ നമുക്ക് ആർക്കിടെക്ട്സിന്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് കൂടുതൽ അറിയാം. ഓക്കെ, അപ്പോൾ ആർക്കിടെക്ട് ഹിജാസ് അല്ലേ, ആർക്കിടെക്ട് നിത. ഓക്കെ, അപ്പോൾ ഇവരാണ് ഈ വീട് ഡിസൈൻ ചെയ്തേക്കുന്നത്. ആക്ച്വലി ഇതിപ്പം പണിഞ്ഞിട്ട് എത്ര നാളായി? 2022 കംപ്ലീറ്റ് ആയ പ്രൊജക്റ്റാണ്. 22 കംപ്ലീറ്റ് ആയ പ്രൊജക്റ്റ് അല്ലേ. അപ്പോൾ 3 സെൻറ്റിൽ നിങ്ങൾ മാക്സിമം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തായാലും സ്പേസ് വേസ്റ്റേജ് ഒന്നും ഇല്ലാണ്ട് തന്നെ. എങ്ങനെയായിരുന്നു നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് വന്നപ്പം ഉള്ളൊരു തോട്ടൊക്കെ എങ്ങനെയായിരുന്നു? 3.2 സെന്റ് ആണ് സൈറ്റ് ഏരിയ വരുന്നത്. അപ്പോൾ അതിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് വേണ്ടിയായിരുന്നു ഇത് ചെയ്യേണ്ടിരുന്നത്. അപ്പോൾ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ക്ലയൻറ്റിന് എലിവേഷനിൽ ഒരു യൂറോപ്യൻ സ്റ്റൈൽ വേണം. പിന്നെ 3.2 സെന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ തന്നെ സെറ്റ് ബാക്ക് ഫ്രണ്ടിൽ നിന്ന് 3 പോകും. അത് കഴിഞ്ഞിട്ട് 2 പാർക്കിംഗ് സ്പേസ് കൊടുക്കണം. 2 പാർക്കിംഗ് ആണ് നിങ്ങൾ ചെയ്തേക്കുന്നത് അല്ലേ? പാർക്കിംഗ് ക്ലയൻറ്റിന് വേണമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ബിൽട്ട് വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ പ്രൊജക്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസ് ഇത് ആക്ച്വലി ഒരു പാറ്റിയോ സ്പേസ് ആണോ അതോ? ഇത് ആക്ച്വലി നമ്മുടെ ഡൈനിങ് സ്പേസ് ഞാൻ പറഞ്ഞില്ല, ഒരു വൈഫ് പറഞ്ഞല്ലോ, ഒരു 3 സെന്റിൽ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ആണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഓരോ സ്പേസിനും നമുക്ക് സ്പേസ് എങ്ങനെ എൻലാർജ് ചെയ്യാൻ നോക്കിയിട്ടാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഒരു പാഷൻ നമ്മൾ കൊടുത്തിരുന്നത്. എന്നാൽ നമുക്ക് 2 കാർ പാർക്ക് ചെയ്യുന്നുള്ള ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റോട് പ്രകാരം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ, ലൈക്ക് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ടൈമിൽ നമുക്ക് ആ ഡൈനിങ് സ്പേസും ഇത് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. അല്ലാത്ത ടൈമിൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാർ അങ്ങോട്ടും പാർക്ക് ചെയ്യാം, ഒരു കാർ നമുക്ക് ഇവിടെയും പാർക്ക് ചെയ്യാം. സോ ഒരു 2 കാർ പാർക്കിംഗ് എന്നുള്ളൊരു സ്പേസ് നമ്മളിവിടെ മൾട്ടിപർപ്പസ് രീതിയിൽ നിങ്ങൾക്ക് ബൗണ്ടറി വാളായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇച്ചിരി ഹൈറ്റ് കുറച്ച് പാറ്റിയോടെ ഇതിന് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി കാണാം അല്ലേ? നമുക്ക് വലിപ്പക്കുറവ് കാരണം മാക്സിമം ലൈറ്റും കാര്യങ്ങളും ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത്. സ്ലൈഡിംഗ് ഗേറ്റ് കൊടുത്തേക്കുന്നൊക്കെ ആയാലും നമ്മൾ സ്പേസ് കാർ കയറുമ്പോൾ ബുദ്ധിമുട്ട് വരാതിരിക്കും ആണ് നമ്മൾ ആ ഒരു ഗേറ്റ് കാര്യങ്ങൾ കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു ടെറാക്കോട്ടയുടെ ക്ലാഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിന് മാച്ച് ചെയ്യണം, ഒരു കോണ്ടംപററി സ്റ്റൈൽ ആയിരിക്കണം. എന്നാൽ പുള്ളിക്ക് ഒരു യൂറോപ്യൻ ടച്ച് വരണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ട് നമ്മൾ അതൊരു യൂറോപ്യൻ സ്റ്റൈലിലേക്ക് കൺവേർട്ട് ചെയ്തേക്കുന്നത്. സെറാമിക്കിന്റെ ടൈലാണ് അവിടെ ചെയ്തേക്കുന്നത്. അതെല്ലാം സ്ട്രക്ചറൽ സ്റ്റൈലിൽ തന്നെ ഡ്രസ് വർക്ക് ചെയ്തേക്കാണ്. മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു ഇതായിരുന്നു. മുകളിൽ കാണുന്ന ആ വിൻഡോസ് ഒക്കെ UPVC ആണ് അല്ലേ? UPVC ആണ് നമ്മൾ അത് കൊടുത്തത്. താഴെ മാത്രമേ നിങ്ങൾ ഈ നാച്ചുറൽ വുഡ് കൊണ്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ വിൻഡോസ് ഒക്കെ? അപ്പോൾ അതിന്റെ സൈഡിൽ കുറെ ഒരു ഗ്രീൻ സ്പേസ് പോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഗ്രീൻ കൊണ്ടുവരണം വീട്ടിലേക്ക്. അതിൻ്റെ ചേർത്ത് ആ ഒരു ഭാഗത്തും കുറച്ച് കലാറ്റയും ഇതൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ പേയ്മെന്റ് ചെയ്തേക്കുന്നത് ഇതിപ്പം നാച്ചുറൽ സ്റ്റോണിൽ ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തേക്കാണ് അല്ലേ? ഓക്കെ, എന്തായാലും നമുക്കിപ്പോൾ സിറ്റ് ഔട്ടിലോട്ട് കയറാം. നമുക്ക് പുറത്തധികം സ്പെൻഡ് ചെയ്യാനില്ല. ഫ്രണ്ടേജ് ഒക്കെ ഇത്ര ഇട്ടിട്ടുള്ളവർ. പിന്നെ ഏകദേശം ഒരു സെറ്റ് ബാക്ക് ഒക്കെ അല്ലേ വേണ്ട ഒരു ഏരിയ അനുസരിച്ച് കൊടുത്തിട്ടുമുണ്ട്. ഇതോട്ടായാലും ആവശ്യത്തിന് സ്പേസ് അല്ലേ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ് വെച്ചേക്കുന്നത്. ഇതിപ്പം ഫ്ലോർ ടൈല് ചെയ്തേക്കുന്നതാണ്. ഇതൊക്കെ പിന്നെ ഒരു ക്ലാഡിങ് വെച്ച് ചെയ്തേക്കാണ് അല്ലേ? ഇതിലെ ഇത് മൊത്തം ഡ്രസ് വർക്ക് ഒരു ഷീറ്റ് ഇട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ട്രാൻസ്ലൂസൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ലൈറ്റ് കയറേണ്ട രീതിയിൽ. ഓക്കെ, എന്തായാലും നമുക്ക് വീടിനകത്തോടെ തന്നെ കയറാം. വീട്ടിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം മെയിൻ ഡോർ വന്നിട്ട് ഇത് നാച്ചുറൽ വുഡിൽ തന്നെ ചെയ്തേക്കാണ് അല്ലേ? തേക്കിൽ ചെയ്തേക്കാണ്. ഇത് ഏകദേശം എന്ത് സൈസ് വരുമായിരിക്കും? 10x9 ഫീറ്റ് വരും. ഫ്ലോറിംഗ് വന്നിട്ട് ഒരു ഇറ്റാലിയൻ മാർബിൾ ഫിനിഷ് ഉള്ള ഒരു ടൈലാണ് കൊടുത്തേക്കുന്നത്. ഭയങ്കര സ്പേഷ്യസ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇതെല്ലാം ആവശ്യത്തിന് വേണ്ട രീതിയിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ലിവിങ് കം TV റൂമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അല്ലേ ചെയ്തേക്കുന്നത്. ഈ ഒരു ടിവിയുടെ ബാക്ക് ബോർഡ് ഇതൊക്കെ ചെയ്തേക്കുന്നത്
അതായത് മറൈൻ പ്ലൈയുടെ ഗ്രേഡാണ് ഈ പറഞ്ഞത് അല്ലേ? ഓക്കെ. പിന്നെ ഒരു സൈഡ് ഭിത്തിക്ക് ടെക്സ്ചർ പെയിന്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ആണ് ജിപ്സത്തിൽ പ്രൊഫൈലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലിവിങ്ങിൽ നിന്ന് ലീഡ് ചെയ്യുന്നത് എന്നിട്ട് ഒരു ഡൈനിങ് സ്പേസിലോട്ടാണ്. ഡൈനിങ്ങിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ തന്നെയാണ് ഇവർ ഈ ഒരു സ്പേസ് വെച്ചേക്കുന്നത് അല്ലേ? കൂടുതൽ ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ തന്നെ ഇവിടെ ഇരിക്കാം, അങ്ങോട്ടും അക്കോമഡേറ്റ് ചെയ്യാം. അപ്പം ഡൈനിങ് ആയാലും ഇതെന്താ ഇത് നാനോ വൈറ്റ് ആണ്, നാനോ വൈറ്റിൽ ചെയ്തേക്കാണ് അല്ലേ? അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഓപ്പൺ കൈൻഡ് ഓഫ് ക്രോക്കറി ഷെൽഫ് എന്ന ഒരു രീതിയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ട ഈ ടൈൽ തന്നെ കണ്ടിന്യൂ ആണ് കിച്ചണിലേക്ക് പാറ്റേൺ തന്നെ പോവാണ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ നമ്മൾ ചെയ്തേക്കാം. ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്ത് നമ്മളൊരു ക്ലോസ് കിച്ചൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പേസിന്റെ ഒരു കൺസ്യൂം ഉള്ളത് കാരണം കുറച്ച് കൺജഷൻ ഫീൽ ചെയ്യും. സോ അതുകൊണ്ട് നമ്മളിത് മെയിൻ ആയിട്ട് ഓപ്പൺ കിച്ചൺ, പിന്നെ ക്ലൈന്റിന് ഓക്കെ ആണ് ഓപ്പൺ കിച്ചൺ എന്നുള്ള കോൺസെപ്റ്റ്. ചെറിയ കിച്ചൺ ആണ്, അത് നമുക്കൊരു 10x10 ഒക്കെ വരുന്ന ഒരു സൈസിലുള്ള. പക്ഷെ എന്നാൽ നമുക്ക് ആ ഒരു ചെറിയ കിച്ചൺ ആണെന്നുള്ള ഒരു ഫീൽ ഇല്ല. അവർക്കുള്ള അത്യാവശ്യം എല്ലാ ആക്സസറീസും കൊടുത്തിട്ട് തന്നെ ചെയ്തേക്കാം. നാനോ വൈറ്റ് സിങ്ക് നമ്മൾ കോർച്ചിന്റെ സിങ്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ക്യാബിനറ്റ്സ് ഫുള്ള് നമ്മൾ ഈ പറഞ്ഞ മറൈൻ പ്ലൈ. ഇവിടെ ഇന്റീരിയർ ഫുള്ള് നമ്മൾ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈയിൽ തന്നെ 710 ഗ്രേഡ് വരുന്ന, അത് ക്ലൈന്റ് ഒരു മസ്റ്റ് ആയിട്ട് വേണമെന്നുള്ളത്. ഈസ്റ്റ് ഫേസിംഗ് ആണ്. ഇത് ഈസ്റ്റ് ഫേസിംഗ് ആണ്. ഈസ്റ്റ് ഫേസിംഗ് ആണ്. അപ്പൊ ഇഷ്ടംപോലെ വെളിച്ചം ഇങ്ങോട്ട് വരുന്ന സ്ഥലം സെയിം തന്നെയാണ്. നമ്മള് മറൈൻ പ്ലൈയിൽ ഇപ്പൊ ഹൈ ഗ്ലോസി വൈറ്റ് ആണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. താഴെ നമ്മളൊരു തീക്കൂട് ക്ലൈന്റിന്റെ ഒരു മെയിൻ ഇതായിരുന്നു. പിന്നെ അത് നമുക്കൊരു വർക്ക് ഏരിയ ആണ് വരുന്നത്. സോ അത് നമ്മൾ ജസ്റ്റ് വർക്ക് ഏരിയ കൂടി ഇതിൽ കൂടി അറ്റാച്ച് ചെയ്തെടുത്തു. ടൈൽസ് എല്ലാം തന്നെ വെട്രിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് നമ്മൾ വെട്രിഫൈഡ് ടൈൽസ് നമ്മൾ നമ്മുടെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ജസ്റ്റ് എപ്പോക്സി ഫിൽ ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് വാഷ് കൗണ്ടർ തൊട്ടടുത്ത് വരുന്നത്. വാഷ് കൗണ്ടർ സെപ്പറേറ്റ് ഒരു വാഷ് കൗണ്ടർ ഡൈനിങ്ങിന്റെ അടുത്തായിട്ട് തന്നെ ഉള്ള രീതിയിൽ ഏരിയ ഭയങ്കര കുറവാണ്. മാക്സിമം നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ബെഡ്റൂം ആയാലും നമുക്ക് 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ആണ്. അതിൽ നമ്മൾ വാർഡ്രോബ് ഏരിയയും ഈ പറഞ്ഞതിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. 3 സെന്റിൽ നമുക്കൊരു വീട് വെക്കാന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. നമുക്ക് ഇത്രയും റിക്വയർമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ആണ്. അതിന് വാർഡ്രോബ് നമ്മൾ സ്പെഷ്യൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂം വാക്കിംഗ് വാർഡ്രോബ് ഉണ്ടെന്ന് തോന്നുന്നു. വാക്കിംഗ് വാർഡ്രോബ് 2 ബെഡ്റൂമിൽ നമുക്കൊരു വാക്കിംഗ് വാർഡ്രോബ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വാർഡ്രോബ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂം ഞാൻ കാണിച്ചുതരാം. ഒരു അത്യാവശ്യം വുഡൻ ഡോർ ആണ്. വുഡൻ നാച്ചുറൽ വുഡിൽ തന്നെ നമ്മൾ ചെയ്തേക്കുന്നത്. ഇതൊരു വുഡൻ ഫ്ലോറിംഗ് നമ്മൾ സെപ്പറേറ്റ് ഒരു വുഡൻ ഫ്ലോറിംഗ് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ്. അത്യാവശ്യം നമുക്ക് കാണുമ്പോൾ അത്യാവശ്യം അത് എന്താണെന്ന് അറിയാം. നമ്മള് ബെഡ്റൂം നമുക്കൊരു നോർമലി ഒരു 10 ഒക്കെ വരുന്നുള്ളൂ. പക്ഷെ നമ്മളൊരു ബേവിന്റെ ഇതിൽ അഡീഷണൽ പ്രൊവൈഡ് ചെയ്യും. അതും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അഡീഷണൽ നമ്മൾ ആ ഒരു സൺഷൈഡിലേക്ക് പ്രൊജക്ട് ചെയ്ത് കൊടുത്തത് കാരണം ആ ഒരു സ്പേസ് കൂടി നമ്മൾ ഈ ബെഡ്റൂമിലേക്ക് വന്നു. കിങ് സൈസ് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിൽ ചെയ്ത ടൈമിൽ സൈസ് കൊടുത്ത് കസ്റ്റം ചെയ്ത ബെഡാണ്. സെയിം മെറ്റീരിയൽ ഞാൻ ഈ പറഞ്ഞ മറൈൻ പ്ലൈ പ്ലസ് പിന്നെ ഹെഡില് അപ്പോൾസറി അഡീഷണൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ടെക്സ്ചർ പെയിന്റ് ആണ്. പിന്നെ അതേപോലെ നമ്മൾ ഒരു ടി.വി യൂണിറ്റും CCTV കൺട്രോൾ എല്ലാം നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് ആ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു അറേഞ്ച്മെന്റ്. ചെറിയൊരു വാർഡ്രോബ് സ്പേസ്. ഇത് നമുക്കൊരു സ്ലൈഡിംഗ് ഡോറാണ് വരുന്നത്. ഫ്രോസ്റ്റഡ് ടൈപ്പിൽ വരുന്ന ഒരു സ്ലൈഡിംഗ് ഡോർ. ഇതും നമ്മൾ PVC-യുടെ സീലിംഗ് ആണ് വരുന്നത്. TKT പാനൽ. സോ അതാണ് നമ്മൾ അന്ന് കൊടുത്തത്. മിറർ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 സൈഡ് ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സൈഡ് ടേബിളിനെ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരുങ്ങുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. വുഡൻ ഡോർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതും സെയിം ആ ഒരു വുഡൻ. ഇതൊരു 10x9 ആ ഒരു സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ബെഡ് വന്നിട്ട് കസ്റ്റമൈസ് ചെയ്തേക്കുന്നത്. ഇതും ബെഡ് നമ്മൾ കസ്റ്റം സ്പേസിന്റെ കറക്റ്റ് സൈസ് നോക്കിയിട്ട് ഇത് വാൾ പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതൊരു മിറർ കൂടി നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളൂ. ഷോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മള് പെട്ടെന്ന് വിചാരിക്കും ഇവിടെ പോയിട്ട് എങ്ങനെ നിന്ന് ഒരുങ്ങുന്നൊക്കെ. നമ്മൾ സൈഡ് ടേബിൾ അവിടെ കണ്ട രീതിയിലുള്ള അത്രയും വലിയൊരു സൈഡ് ടേബിൾ എടുക്കാനുള്ള സ്പേസ് ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ ഒരു ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീറ്റിങ്ങിന് ഒരു കൗച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അതൊരു ഇതുപോലെ അത് കുറച്ച് വലിയൊരു വാർഡ്രോബ് സ്പേസ് ആണ്. ഒരു വാർഡ്രോബ് സ്പേസ് ആണ്. സ്ലൈഡിംഗ് ഡോർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ടോയ്ലറ്റ് കണ്ട ആ ഒരു വർട്ടിഫൈഡ് ടൈല് തന്നെ വേറൊരു ഗ്രേ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ നീഷസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് മേലോട്ട്. ഓക്കെ. ഇവിടുത്തെ സ്റ്റെയറിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തുനിന്ന് അങ്ങനെ കാണാൻ പറ്റൂല. ഇതൊരു ഡോറ് തുറന്നിട്ട്
വെളിയിലാണോ എന്ന് ചോദിച്ചാൽ വെളിയിലല്ല, എന്നാൽ ഇതുമായിട്ട് അറ്റാച്ച്. അതെന്താണ് ഇത്? അത് പുറത്തുനിന്നും കൂടെ ആക്സസ് കൊടുത്തോണ്ടാ ചെയ്തത്. മേലെ റെന്റിന് കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് അങ്ങനെ ഇരുന്ന് പ്ലാനിങ് ചെയ്തത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പുറത്തുനിന്നും കൂടെ ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്, സെപ്പറേറ്റ് ആയിട്ട് രീതി. ഓക്കെ. ഇതിപ്പം ട്രിവാൻഡ്രം പറഞ്ഞില്ലേ, ഇവിടെ ആക്ച്വലി ഇവിടെ ഉള്ള മിക്ക വീടുകളിലും ഈ റെന്റിങ് പർപ്പസ് ഉണ്ട് അല്ലേ, മുകളിലത്തെ നിലയിൽ. അപ്പൊ അതും കൂടെ അവർ കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമ്മുടെ ഈ ലിവിങ്ങിലോട്ടുള്ള ഈ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രൈവസി കിട്ടുകയും ചെയ്യും. വെളിയിൽ നിന്നുള്ള ഒരു എക്സസ് ഉണ്ട് ഇവിടെ. ഈ ഒരു സ്റ്റെയർ കേസ് ആണെങ്കിലും GA-യിൽ വുഡൻ പ്ലാങ്ക് കൊടുത്തിട്ട് ചെയ്ത്, ഹാൻഡ് റെയിൽ ആകുമ്പോൾ കുറച്ചുകൂടി വലിയ ഹാൻഡ് റെയിലാണ്, വീണ്ടും കൺജഷൻ വരുമല്ലോ. സ്റ്റീൽ റോപ്പ് കൊടുത്തിട്ട് തിന്നായിട്ട് ചെയ്തു. ഇത് ഒരു ഭയങ്കര ഒരു എയറി ഫീൽ ഉണ്ട്. ഈ സെയിം സ്റ്റീൽ റോപ്പ് ഇവിടുന്ന് മുകളിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയ കാണാം അല്ലേ? സെയിം ഹോൾസ് നിങ്ങൾ ഡിസൈൻ കൊടുത്ത് അങ്ങനെ ഡിസൈൻ കൊടുത്തിട്ട് ചെയ്തതാണ്. ഫുൾ ഓപ്പണിങ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്പേസിലും ആ ഒരു ഇടുക്കം തോന്നിക്കൂല കേട്ടോ. കയറി വന്ന് നിൽക്കുന്നത് അടുത്തൊരു ലിവിങ് തന്നെ അല്ലേ? താഴത്തെ ലിവിങ്ങിന്റെ സ്പേസ് സെയിം സൈസ് തന്നെ. വേണമെങ്കിൽ TV ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു കുട്ടി തിയേറ്റർ റൂം പോലെ തന്നെ വേണമെങ്കിൽ ചെയ്യാം അല്ലേ? അവരുടെ ഒരു ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ ഫ്രണ്ട് എലിവേഷനിൽ കാണുന്ന ആ ഒരു UPVC വിൻഡോ ഫോൾ സീലിംഗ് തന്നെ ചെയ്തേക്കുന്നു. ഇത് പുറത്തോട്ടുള്ള ബാൽക്കണി സ്പേസ് ആണ്, റെപ്ലിക്ക തന്നെ അല്ലേ? താഴത്തെ സിറ്റൗട്ടിന്റെ സെയിം സൈസിൽ തന്നെ മുകളിലോട്ട് വന്നേക്കുന്നു. ഗ്ലാസ് ഏരിയ ഒക്കെ കുറെ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഓപ്പണിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീട്ടിൽ കയറിയപ്പോൾ മുതലേ പറയുന്ന കാര്യമാണ്, അങ്ങനെ ഒരു കൺജഷൻ ഒട്ടും തോന്നിക്കുന്നില്ല. സ്പേസിൽ ഒരു കൺസ്ട്രെയിൻസ് ഒന്നും ഒട്ടും തോന്നിക്കുന്നില്ല. ഇത് ലിവിംഗിൽ നിന്ന് കയറി വരുന്ന ഈ ഒരു സ്പേസ് എങ്കിൽ ഒരു ഫോയർ സ്പേസ് കൊടുത്തൊരു ഡൈനിങ്ങിന്റെ മേലെ വരുന്ന സ്പേസ് റെന്റിന് കൊടുക്കാൻ. ഓക്കെ, ഇവിടും ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇത് താഴത്തേക്കാളിൽ കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കുന്നു. കാരണം മതിലിന്റെ ഒരു വ്യൂ കൊണ്ട് താഴെ കുറച്ച് ഏരിയ മറയായിരുന്നു. ഇപ്പൊ മുകളിൽ ആ ഒരു പ്രശ്നമില്ല. UPVC ആണ് കൊടുത്തേക്കുന്നത് അല്ലേ? ഇവിടെ നെറ്റും കൂടെ കൊടുത്തിട്ട് മോസ്കിറ്റോ നെറ്റ് 3 ട്രാക്കിൽ. കിച്ചന്റെ സെയിം സൈസിൽ ഇവിടെ ഒരു ഗസ്റ്റ് റൂം വന്നേക്കുന്നു. മുകളിൽ താഴത്തെ ബെഡ്റൂം ഉണ്ടായിരുന്ന സ്ഥലത്ത് ബെഡ്റൂം തന്നെ അല്ലേ? ഫസ്റ്റ് ബെഡ്റൂം. അത് താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിന്റെ സെയിം സൈസിൽ തന്നെ. ഇത് വാൾ പെയിന്റ് അല്ല, ഇതും ടെക്സ്ചർ പെയിന്റ് ആണ് അല്ലേ? കിങ് സൈസ് ബെഡ് തന്നെ കൊടുത്തേക്കുന്നത്. അതിലൊരു അപ്പോൾസ്ട്രി ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പെയിന്റിങ്ങും ആ ലാമ്പൊക്കെ ആയാലും ആ മാന്റെ കൊമ്പ് പോലെ തന്നെ ഡിസൈനൊക്കെ ഉള്ളൊരു ലാമ്പൊക്കെ കൊടുത്തേക്കാം. ഈ വീട്ടില് എല്ലാ ബെഡ്റൂമിലും ഇവര് ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഷെയ്ഡിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു സീറ്റിംഗ് എന്നുള്ള രീതിയിൽ ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ താഴത്തെ സെയിം ഡ്രസ്സിംഗ് ഏരിയ ആയാലും ടോയ്ലറ്റ് ബാത്റൂം ഏരിയ ആയാലും എല്ലാം സെയിം ഒരു സൈസിൽ തന്നെയാണ് പോയേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം. സെയിം സൈസിൽ തന്നെ. ഇത് പക്ഷെ അവര് ലോക്ക് ചെയ്തേക്കുന്നത്. ഇതിനകത്താണ് സാധനങ്ങളൊക്കെ. ഇതിന്റെ നമ്മുടെ ഓണേഴ്സ് സ്ഥലത്തില്ല അല്ലേ? അവര് പുറത്താ. അപ്പൊ പിന്നെ ഇത് അങ്ങനെ എപ്പോഴും ഓക്യുപ്പൈഡ് അല്ല. ഓക്കെ, നമുക്കിത് മുകളിലോട്ട് പോവാം. ഓക്കെ, ഇതിപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് പിന്നെയും മുകളിലോട്ട് പോവാണ്. സ്പേസിലേക്ക് പോകുന്ന സ്റ്റെയർ ആണ്. ഇതിന്റെ എല്ലാം സൈഡ് ത്രൂ ഔട്ട് തന്നെ ഇങ്ങനെ കൊടുത്തേക്കാണ്. ഗ്ലാസ് ഓപ്പണിംഗ് വെൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വീടിന്റെ മെയിൻ ഷേപ്പ് തരുന്ന ആ ഒരു പോർഷൻ അല്ലേ? ആ ഒരു ഗേബിൾ വളരെ സ്റ്റീപ്ഡ് റൂഫ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. പാരപെറ്റിന്റെ ഹൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ, പാരപെറ്റിന്റെ ഹൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കുന്നത് അല്ലേ? പക്ഷെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇവന്റ്സ് ഒക്കെ നടക്കുകയാണെങ്കിൽ ഇവിടെ വെച്ചായിരുന്നു. ഇവിടെ തുണി ഉണക്കാനൊക്കെ ആയാലും പറ്റും. പിന്നെ വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്, വാഷ് ബേസിൻ ഉണ്ട്, വാഷിംഗ് മെഷീനുള്ള പ്രൊവിഷൻ കൊടുത്തു. ഓക്കെ, ഇത് വാഷ്റൂം ആണല്ലേ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 1600 സ്ക്വയർ ഫീറ്റ് കൂടാതുള്ള സ്പേസ് ആണ്. അപ്പൊ ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടുള്ള ഒരു വിൻഡോയും ഉണ്ട്. ഇത് ടോട്ടലി നിങ്ങൾ സ്ട്രക്ചറിൽ തന്നെ ചെയ്തേക്കാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ. 3 സെന്റ് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഇത്രയും സൗകര്യങ്ങൾ, ഇപ്പം ഇത് പേപ്പറിൽ പറയുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നും. പക്ഷേ അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാം ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.